ഞങ്ങളൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് പഠിച്ചത്, അത് നിങ്ങൾ മറക്കണ്ട. ഈ പഠിക്കാനേ ഇത്രമാത്രം കഷ്ടപ്പാടൊക്കെ ഉണ്ടോ? കഷ്ടപ്പെടാതെ എങ്ങനെ ഇഷ്ടപ്പെട്ട് പഠിക്കാം? എല്ലാവർക്കും ഏകണരെ ഈ ഒരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം. തമ്പിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ കഷ്ടപ്പെടാതെ എങ്ങനെ ഇഷ്ടപ്പെട്ട് പഠിക്കാം എന്നാണ് നമ്മൾ ഇന്ന് എന്ത് ചെയ്യാൻ പോകുന്നത്, ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പേ ഭൂമിയിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? ഏറ്റവും ബുദ്ധിമുട്ടുള്ള ആ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ കൊണ്ട് എല്ലാത്തിനും കഴിയും എന്ന് നമ്മളെ വിശ്വസിപ്പിക്കുന്നതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്, അല്ലെ? എല്ലാം നമുക്ക് ചെയ്യണമെന്നുണ്ടാവും, പക്ഷെ അത് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ നമ്മളെ വിശ്വസിപ്പിക്കാൻ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. കാര്യത്തിലേക്ക് വരാം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരുപാട് വിഷയങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അതൊക്കെ എങ്ങനെ ഇഷ്ടത്തോടെ, എങ്ങനെ ഇഷ്ടപ്പെട്ട് നമുക്ക് പഠിക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിലെ ഓരോ കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യണം, വളരെ കൃത്യതയോടെ കേൾക്കണം. അത് മാത്രമല്ല, നിങ്ങളെ കൂട്ടുകാരന്മാർക്കും അതുപോലെ തന്നെ കൂട്ടുകാരികൾക്കൊക്കെ നമ്മളെ ഈ വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യണം, ഷെയർ ചെയ്ത് കൊടുക്കണം. നേരെ കാര്യത്തിലേക്ക് പോവാം. ആദ്യമായിട്ട് മക്കളോട് പറയാനുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു ടേമാണ്, അതായത് പ്രിറ്റൻഡിങ് എന്നാണ് നമ്മൾ പറയാം. പ്രിറ്റൻഡിങ് കേട്ടോ. പ്രിറ്റൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അഭിനയിക്കുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, അല്ല സാറേ ഈ പഠനത്തിനിടയ്ക്കാണ് എവിടെയാണ് അഭിനയിക്കല്? മക്കളെ, നമ്മളെ ഏത് കാര്യം പഠിക്കുമ്പോഴും, ഇപ്പൊ നിങ്ങളെ റൂമിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളൊരു ഡൈനിങ് ഹാളിലായിരിക്കാം, എവിടെയാണ് നിങ്ങൾ പഠിക്കുന്നത് എങ്കിലും എവിടെയാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ച സാധനം മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നതായിട്ട് നിങ്ങളൊന്ന് അഭിനയിക്കുക, അല്ലെ? ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു ബയോളജിയെയോ അല്ലെങ്കിൽ കെമിസ്ട്രിയിലെയോ അല്ലെങ്കിൽ മാത്സിലെയോ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ റൂമിൽ നിന്നൊക്കെ ആണെങ്കിൽ സ്വയം എന്ത് ചെയ്യുക, നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതായത് a+b² = a²+2ab+b² എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സ്വയം എന്ത് ചെയ്യുക, സ്വയം നമ്മൾ ഒരു ടീച്ചറായിട്ട് മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത് എന്ത് ചെയ്യുക, നമ്മൾ ഒന്ന് അഭിനയിക്കുക. അങ്ങനെ കൃത്യമായിട്ട് ഒരു ശീലം ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് എന്തായിരിക്കും, ആ കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മളെ മനസ്സിൽ ഉറച്ചു നിൽക്കും. അത് പിന്നീട് ഒരിക്കലും എന്ത് ചെയ്യില്ല, ഒരിക്കലും നിങ്ങൾ മറന്നു പോകാനുള്ള ചാൻസ് ഇല്ല. മാത്രമല്ല, നമ്മൾ തുടർച്ചയായിട്ട് കൊണ്ടുവരുന്ന കുറേ ശീലങ്ങളുണ്ട് പഠനത്തിൽ, അല്ലെ? രാവിലെ എഴുന്നേൽക്കുന്നു, സ്കൂളിൽ പോകുന്നു, വൈകുന്നേരം ഹോംവർക്ക് ചെയ്യുന്നു, ഭക്ഷണം കഴിക്കുന്നു, കിടക്കുന്നു. അങ്ങനെ ആവർത്തന വിരസമായിട്ടുള്ള ദിവസങ്ങളാണ് നമ്മൾ മുന്നിലൂടെ കടന്നു പോകുന്നത്. അതിൽ നിന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള കുറച്ച് സ്റ്റൈലുകൾ അല്ലെങ്കിൽ ശൈലികളൊക്കെ നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പൊ എന്ത് ചെയ്യുക, നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് മറ്റൊരാളെ പഠിപ്പിക്കുന്നതായിട്ട് നിങ്ങളൊന്ന് അഭിനയിക്കുക. നിങ്ങൾ സ്വയം ഒരു ടീച്ചർ ആവുക എന്നുള്ളതാണ് ആദ്യമായിട്ട് നമുക്ക് നോക്കാനുള്ളത്. ഇനി രണ്ടാമതായിട്ട് മക്കൾ ശ്രദ്ധിക്കേണ്ടത് മേക്ക് യുവർ ഓൺ നോട്ട്. എടാ, മേക്ക് യുവർ ഓൺ നോട്ട്. നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ സ്വന്തം കൈപ്പടയിലുള്ള അല്ലെങ്കിൽ ഹാൻഡ് റൈറ്റിംഗ് ആയിരിക്കണം നമ്മൾ നോട്ടിന് ഉപയോഗിക്കുന്നത്, അല്ലെ? അപ്പൊ മറ്റൊരാളുടെ സഹായത്തോടു കൂടി നമ്മൾ നോട്ടൊക്കെ ഉണ്ടാക്കി അത് പഠിക്കുന്നതിനെക്കാട്ടിലും സ്പീഡ് കൂടുതലായിരിക്കും എന്ത്, നമ്മൾ സ്വയം ഉണ്ടാക്കിയിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ എഴുതിയ ഒരു നോട്ട് പഠിക്കുമ്പോഴുള്ള ഒരവസ്ഥ. അത് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്ത കാര്യങ്ങളാണ്, അല്ലെ? നമ്മളെ സ്വന്തം നോട്ട്, ഇപ്പൊ പരീക്ഷ വരുന്ന സമയത്ത് മറ്റൊരാളെ നോട്ട് പഠിക്കുന്നതിനേക്കാളും എളുപ്പമായിരിക്കും നമ്മുടെ സ്വന്തം നോട്ട് നോക്കി പഠിക്കുന്നത്, അല്ലെ? അതിന് നമ്മൾ 1 മണിക്കൂർ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം നോട്ട് പഠിക്കാൻ ചിലപ്പോൾ ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് മാത്രം മതിയാവും. എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക, മേക്ക് യുവർ ഓൺ നോട്ട്സ്, അല്ലെ? നമുക്ക് കൂടുതൽ എനർജറ്റിക് ആയിട്ട് കൂടുതൽ സ്പീഡിൽ ഒരു കാര്യത്തെ കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ആ നോട്ട് നിങ്ങളെ സഹായിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക, നോട്ട് നിങ്ങൾ സ്വയം എഴുതി ഉണ്ടാക്കിയതാവണം. ക്ലിയർ ആണല്ലോ? അടുത്തതായിട്ട് മൂന്നാമതായിട്ട് മക്കൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്താ, സ്റ്റഡി മെത്തേഡുകൾ, അല്ലെ? സ്റ്റഡി മെത്തേഡുകൾ. ഞാൻ നേരത്തെ മക്കളോട് പറഞ്ഞു, നിങ്ങൾ രാവിലെ സ്കൂളിൽ പോകുന്നു, ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്നു, വൈകുന്നേരം ഹോംവർക്ക് ചെയ്യുന്നു, വീണ്ടും ചോറ് കഴിക്കുന്നു, അല്ലെ? ഇങ്ങനെ ആവർത്തന വിരസമായ ദിവസങ്ങളായിരിക്കും നിങ്ങളെ മുമ്പിൽ ഉണ്ടാവുക. അതിന് പകരം സ്റ്റഡി മെത്തേഡുകളിൽ ചെറിയ ഒരു മാറ്റം വരുത്തുക. അതിന്റെ ഒരു ആദ്യപടി എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ ആദ്യത്തെ പോയിന്റ് പറഞ്ഞത്. എന്ത് ചെയ്യുക, നമ്മൾ പഠിപ്പിക്കുന്നത് അഭിനയിക്കുക. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് സ്റ്റഡി മെത്തേഡ്സുകൾ കൊണ്ടുവരാം, ന്യൂമോണിക് ഡിവൈസസുകൾ കൊണ്ടുവരാം. ചിലപ്പോൾ നിങ്ങൾ പഠിച്ചിരിക്കുന്ന സാധനങ്ങളെ സോങ്ങുകളായിട്ട് കൺവേർട്ട് ചെയ്യാം, അല്ലെ? മലയാളത്തിലെ സോങ്ങുകളായിട്ടും ഇംഗ്ലീഷിലെ സോങ്ങുകളായിട്ടും ഹിന്ദി സോങ്ങുകളായിട്ടും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാം, എളുപ്പം ഓർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്കറിയാം, നമ്മളെ ഒരുപാട് ക്ലാസ്സുകളിൽ അങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ സോങ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിനെ കൺവേർട്ട് ചെയ്യാം. രണ്ടാമതായിട്ട്
ചില സ്റ്റോറികളായിട്ട് നിങ്ങൾക്ക് അതിനെ കൺവേർട്ട് ചെയ്യാം. അപ്പൊ ഹിസ്റ്ററിയിലൊക്കെ ചില സാധനങ്ങൾ പഠിക്കുന്ന സമയത്ത് എന്താണ്, വലിയ ഒരു സിനിമാ കഥ പോലെ ഈ കാര്യങ്ങളൊക്കെ കൊണ്ടുവരാം അല്ലെ. അപ്പൊ സ്റ്റോറി ആയിട്ട് പറയാം. ഇനിയോ മാത്രമല്ല, നിങ്ങൾക്ക് സ്റ്റിക്കി നോട്ടുകളായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്റ്റിക്കി നോട്ട്സുകളായിട്ട് നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ അല്ലെ, നമ്മൾ സ്ഥിരമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന ചില സ്ഥലങ്ങളുണ്ടാവും അല്ലെ. ഇപ്പോൾ നമ്മൾ ബെഡ്റൂമിലാണെങ്കിൽ നമ്മളെ നേരെ മുമ്പിൽ കാണത്തക്ക വിധത്തിൽ അത് ഒട്ടിച്ചു വെക്കാം. അല്ലെങ്കിൽ നമ്മളെ ഡൈനിങ് ടേബിളിന്റെ നമുക്ക് കാണുന്ന ഒരു സ്ഥലത്ത് ഇത് ഒട്ടിച്ചു വെക്കാം. അപ്പൊ സ്ഥിരമായിട്ട് നമ്മൾ ഇത് കാണുന്ന സമയത്ത് നമ്മളെ മൈൻഡിൽ എന്ത് ചെയ്യും, അത് കൃത്യമായിട്ട് അത് പതിച്ചു നിൽക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ സ്റ്റഡി മെത്തേഡിൽ കൊണ്ടുവരേണ്ട പുതിയ പുതിയ കാര്യങ്ങളൊക്കെ. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യും. ഈ 3 കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പാലിച്ചാൽ എന്താണ്, ഏതൊരു സബ്ജക്റ്റും എന്താണ് കഷ്ടപ്പെടാതെ ഇഷ്ടപ്പെട്ട് നമുക്ക് പഠിക്കാൻ പറ്റും അല്ലെ. ഇപ്പോൾ നമ്മൾ സ്വയം എന്താണ് പുതിയ 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 മാനങ്ങളിലേക്ക് നമ്മളെ പഠനത്തിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്താണ്, ഒരിക്കലും നമുക്ക് കഷ്ടപ്പെടേണ്ടി വരില്ല. ഏറ്റവും ഇഷ്ടത്തോടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതൊക്കെ പഠിച്ചെടുക്കാൻ പറ്റും. ഒന്നുകൂടി ഞാനൊന്ന് പറയാണ്, ആദ്യമായിട്ട് നമ്മൾ പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക, അത് മറ്റൊരാളുടെ മുമ്പിൽ ക്ലാസ് എടുക്കുന്ന രീതിയിൽ നമ്മളൊന്ന് അഭിനയിച്ച് വെറുതെ ഇങ്ങനെ വായ കൊണ്ട് ഇങ്ങനെ പറഞ്ഞു പഠിക്കുക. രണ്ടാമതായിട്ട് മേക്ക് യുവർ ഓൺ നോട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. നമ്മുടെ സ്വന്തമായിട്ടുള്ള നമ്മുടെ കൈപ്പടയിലുള്ള ഒരു നോട്ടായിരിക്കണം നമ്മളെ മുമ്പിൽ ഉണ്ടാവേണ്ടത്. മൂന്നാമതായിട്ടോ നമ്മൾ പഠിക്കുന്ന സ്റ്റൈലുകൾ സാധാരണയുള്ള ആവർത്തന വിരസമായ കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ അതിലേക്ക് ഉൾപ്പെടുത്തുക. ഇത്രയൊക്കെ ആയി കഴിഞ്ഞാൽ ഈ വർഷം അല്ലെ, ഈ വർഷം എന്നല്ല ഇനി അങ്ങോട്ടുള്ള പഠന വർഷങ്ങൾ എന്ത് ചെയ്യും, നമ്മൾ അടിച്ച് തകർക്കും. അപ്പൊ ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. സോ ചിൽഡ്രൻസ്, ഗുഡ് ബൈ.